നമസ്കാരം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിടുന്ന ഒരു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. മാത്രമല്ല BJPയുടെ ഏറ്റവും വലിയ ഇഷ്ടക്കാരനും വിശ്വസ്തനുമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് തുഷാർ മേത്ത. നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ പരാതികളെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുമ്പോൾ നിരത്തുന്ന തെളിവുകൾ അത് പലതും വ്യാജമാണ് എന്ന ആരോപണം നേരിടുകയാണ്. ഇതിലൂടെ തുഷാർ മേത്തയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു അനിവാര്യതയിലേക്ക് പോലും കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ വ്യാപകമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വലിയ രീതിയിലുള്ള കൊള്ളരുതായ്മകളെ ന്യായീകരിക്കാൻ തുഷാർ മേത്ത നിരത്തുന്ന തെളിവുകളെ സമ്മതിക്കുന്ന കാര്യത്തിനാണ് ഇപ്പോൾ കപിൽ സിബൽ അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത്. തുഷാർ മേത്തയെ ആ സ്ഥാനത്തു നിന്നും പറഞ്ഞു വിടേണ്ടതാണെന്നും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തിന് അപമാനകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിൽ എങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയ്ക്കെതിരെ സുപ്രീം കോടതി ഏകപക്ഷീയമായിട്ട് നടപടി എടുത്തത് എന്നുള്ളത് അവർ വളരെ കൃത്യമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ ഘോരഘോര വാദവുമായി എത്തിയപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസ്യതയും പരമാധികാരവും സംരക്ഷിച്ചേ മതിയാവൂ എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനായി ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്നും പറഞ്ഞിരുന്നു. സോളിസിറ്റർ ജനറൽ ചെയ്യുന്ന നടപടിക്രമങ്ങളെ ഈ രാജ്യത്ത് ഭൂരിപക്ഷ ജനാധിപത്യ വിശ്വാസികളും എതിർക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിപ്പോൾ വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരണവും വ്യാപകമാണ്. തുഷാർ മേത്തയുടെ നേതൃത്വത്തിലാണ് ഇനിയും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല രീതിയിലുള്ള അട്ടിമറി പദ്ധതികളും അവർ തയ്യാറാക്കും എന്നത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നതാണ് കപിൽ സിബൽ ഇവിടെ തുറന്നടിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഇടിച്ചു നിരത്തിയ പള്ളികളും ഈദ്ഗാഹുകളും അതുപോലെ തന്നെ മദ്രസകളും അതിനൊരു ഉദാഹരണമാണ്. ഈ രാജ്യത്തെ സെക്കുലറിസം തകർക്കുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഈ രാജ്യത്ത് മുസ്ലിമുകൾക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. എങ്ങനെയാണോ ഗുജറാത്തിൽ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി ഭരിച്ചത്, അതിൻ്റെ 4 ഇരട്ടി ശക്തിയിൽ കിങ്കരന്മാരെ അയച്ച് ഭയപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് കപിൽ സിബൽ ഇവിടെ പച്ചയ്ക്ക് തുറന്നു പറയുന്നത്. ഇതാകട്ടെ ഇന്ത്യ പോലെയൊരു ജനാധിപത്യ മതേതര രാജ്യത്തിന് ഭൂഷണമല്ല. സോളിസിറ്റർ ജനറൽ തികഞ്ഞ ഒരു വർഗീയവാദിയാണ് എന്നതിൻ്റെ തെളിവ് നിരത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ കപിൽ സിബൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്.